ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിലല്ലേ കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞു എന്ന ചെറുപ്പക്കാരന് റമദാൻ 27 വൈകുന്നേരം പ്രിയപ്പെട്ട പിതാവിന് നോമ്പ് തുറക്കാൻ സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാപ്പ പിടിച്ചു വെച്ചു കൊടുത്തിട്ട് കടാര കൊണ്ട് അടിവയർ കുത്തി തുറന്ന് കുടൽമാരെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് അതിൽ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്തത് ഈ ഒരൊറ്റ പ്രവർത്തനത്തിന്റെ പേരിലായിരുന്നില്ലേ? നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കടങ്ങേറ്റ കുട്ടിക്ക എന്ന മനുഷ്യൻ, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ, ആ ബഹുമാനവും ആദരവൊക്കെ നിലനിർത്തിയിട്ട് തന്നെ ഞാൻ പറയുന്നു, ആ വഴിക്ക് കടന്നു പോവുകയാണെങ്കിൽ കുട്ടിക്കാന്റെ വീട്ടിൽ കയറിയിട്ട് ചായ കുടിക്കാത്ത ദിവസമല്ല. ആ കുട്ടിക്ക നമ്മുടെ പ്രവർത്തകനല്ല, SVS മെമ്പറല്ല. പക്ഷേ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് പെർമിറ്റും മറ്റും എടുത്തുന്നത് ഒറ്റ കാരണത്താൽ വെള്ളിയാഴ്ച കാലത്തിറങ്ങുമ്പോൾ നാളികേരം പൊളിക്കുന്ന കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചിട്ട് ബഹുമാനപ്പെട്ട കുട്ടിക്കായെ അറുകൊല നടത്തിയെങ്കിൽ KT അബ്ദുൽ ഖാദർ എന്ന മദ്രസ മുഅല്ലിം തന്റെ പ്രിയപ്പെട്ട രോഗിയായ ഉമ്മയും അവസ്മാരമുള്ള പ്രിയപ്പെട്ട ഉപ്പയും ഏജ് ഓവറായി കല്യാണം കഴിക്കാത്ത പ്രിയപ്പെട്ട സഹോദരിയുടെയും ഏകവലംബമായി കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ പാതരാത്രി നടന്നു വരുമ്പോൾ 3-4 ആളുകൾ പിടിച്ചു വെച്ച് കടത്തിയ ശേഷം ചെറിയ 1.5 ഇഞ്ചിന്റെ പിരിക്കമ്പി എടുത്തുകൊണ്ട് തലയോട്ടിലേക്ക് കരിങ്കല്ല് കൊണ്ട് അടിച്ചടിച്ചു താത്തുമ്പോൾ മുസ്തഫ മുഹമ്മദ് അലി എന്തിനാ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എടാ നീ എതിർക്കുന്ന ശിഹാബ് തങ്ങളുടെ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക നിന്റെ തലയിൽ നാട്ടാനാണടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് വീരപ്പൻ പോലും നാണിക്കുന്ന രീതിയിലുള്ള ആ നിഷ്ഠൂര കൊലപാതകം നടത്തുന്ന ശബ്ദം കേട്ട് ഓടി വന്ന സുരേഷ് എന്ന് പറയുന്ന ആ മുസ്ലിമിന്റെ ഓടിവരൽ കണ്ട് ഓടിപ്പോയതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് മരണപ്പെട്ടു പോയെങ്കിൽ കുറ്റിമൂച്ചിൽ അദ്ദു എന്ന ചെറുപ്പക്കാരൻ മാറി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ പുറകുവശത്തുനിന്ന് അടികൊണ്ടുകൊണ്ട് ഓടുമ്പോൾ ഹൗദിൽ വീണപ്പോൾ അവിടെ പിടിച്ച് മുക്കിയ ശേഷം രക്തം ഇങ്ങനെ തലയോട്ടിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് പരിസരത്തുള്ള പെണ്ണുങ്ങൾ ഓടി വന്ന് മുളക് പൊടി ശരിക്കും ആ മുറിയിലേക്ക് വിതറിയിട്ട് നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയെങ്കിൽ ഈ 4 കൊലപാതകം നടത്തുമ്പോഴും അന്നത്തെ SSF പ്രവർത്തകന്മാർ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു സമ്മതം തരണം, ഒന്നും വേണ്ട എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ. നേതാക്കന്മാർ പറഞ്ഞു, അരുത് മക്കളെ, 2 കാര്യം. ഒന്ന്, നമുക്ക് സ്വാധീനമില്ല. 2, നാം ഈ ചെയ്യുന്നതൊക്കെ പടച്ച റബ്ബിന്റെ അടുത്ത് കൂലി കിട്ടാനാ. അവര് മുഅ്മിനുകളാണ്, അവർ നമ്മളെങ്ങാനും കൊന്നാൽ പടച്ച റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ക്ഷമിക്കുക, ക്ഷമിക്കുക, വീണ്ടും ക്ഷമിക്കുക. പക്ഷേ 4ാമത്തെ കൊലപാതകം കഴിഞ്ഞപ്പോ ഞാൻ ഓർക്കുന്ന ഒരു വെള്ളിയാഴ്ച രാവിലെയാണ്. AP ഉസ്താദ് പത്രം വായിച്ചപ്പോൾ കൽബ് പൊട്ടിപ്പോയി. ആ പത്രം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അബേനത്തെ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. തങ്ങളെ, നമ്മൾ 4ാമത്തെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഇനെന്താ ചെയ്യാ? വിളിക്കണം കുഞ്ഞാലിക്കുട്ടിക്ക്. ഉടനെ ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് വിളിച്ചു. 9 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ഉടനെ പറഞ്ഞു, ആരാ? മന്ത്രി ഉറങ്ങാണ്. ഉറങ്ങേ? ഈ സമയത്ത് വെള്ളിയാഴ്ച പട്ടികളാണ് ഞങ്ങൾ നാട്ടിൽ കടന്നുറങ്ങാറുള്ളത്. വിളിക്ക്, കാണ്ടുവരാനെന്ന് പറയേ. ആ ഫോൺ കൊടുത്തു. അറിഞ്ഞില്ലേ എന്തെന്നോ? പത്രം വായിച്ചു നോക്കണം. ഇതാ ഞങ്ങളുടെ 4ാമത്തതും ശരിയാക്കിയിട്ടുണ്ട്. ഒരു കാര്യം പറയാ, ഞങ്ങളെങ്ങാനും ഒരു പ്രസ്താവന ഇറക്കിയാൽ കേരളത്തിന്റെ അവസ്ഥ മറ്റൊന്നാകും. എന്റെ ആളുകളെ മര്യാദയ്ക്ക് അടക്കി നിർത്തിക്കോ. ഞാൻ തങ്ങളെടുത്ത് കൊടുക്കാം. ഫോൺ നേരത്തെ തങ്ങൾക്ക് കൊടുത്തു. തങ്ങൾ വാങ്ങിയിട്ട് വന്ന് പിന്നെ മൊയ്ലിയാർ പറഞ്ഞ് കേട്ടിക്കണല്ലേ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ മൊയ്ലിയാരെങ്ങാനും പ്രസ്താവന ഇറക്കിയാൽ പഞ്ചാബ് ആകുമ്പോഴേ മര്യാദയ്ക്ക് എന്റെ ആൾക്കാർ അടക്കെത്തിക്കോ, ഇല്ലെങ്കിൽ വിഷയം അങ്ങോട്ട് മാറും. ഫോൺ വെച്ചതാ. 5ാമത്തെ ഒരു കുട്ടിയുടെ ശരീരത്തിൽ പിന്നെ ഒരു പേനക്കത്തി പോലും സ്പർശിച്ചിട്ടില്ല.